ഹലോ ഗേൾസ് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഫാമിലി, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ഇടുന്നത്. ഇത് വ്യക്തമായി കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടത് തന്നെയാണ് എൻ്റെ വിഷയം എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ ഇത്രയും കാലം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അപ്ഡേറ്റ്, അതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വീഡിയോ മുഴുവനായി ഇരുന്ന് കാണാൻ ശ്രമിക്കുക. കുറച്ച് കണ്ടതിന് ശേഷം ഉടായിപ്പ് കമന്റുമായി വരരുത്. ദയവ് ചെയ്ത് വീഡിയോസ് കാണുക. ദയവ് ചെയ്ത് എത്തിക്കണ്ണികൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന യാചിക്കുന്ന ആളുകളും ഇതിന്റെ അടിയിൽ കമന്റ് ഇടാൻ വരരുത് പ്ലീസ്. ഇതൊരു അപേക്ഷ മാത്രമായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു യൂട്യൂബിൽ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടത്രേ. ഈ ഉണ്ടത്രേ എന്ന് പറയാൻ കാരണം ഈ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന സമീർ മുതൽ അവിടെ നിങ്ങോട്ട് അടിയിലേക്ക് വേണമെങ്കിൽ പറയാം, വാച്ചിങ് അവറൊക്കെ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഒരു അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബിനെ വളച്ചൊടിക്കുന്ന ചില യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വളരെ വൈകിയാണ് ഞാൻ ഇത് കണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ല, നിരന്തരമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന വ്യക്തിയല്ല. അല്ലെങ്കിൽ എന്നും വന്ന് നിങ്ങളോട് എന്തെങ്കിലും രാമായണം വിളിച്ച് പറയുക, അതിൽ ഒരു 100 മണ്ടത്തരങ്ങൾ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം യൂട്യൂബ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കണ്ടന്റ് ഇടുക, ഇത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ കണ്ടന്റ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വിഷയത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ച ഒരു അപ്ഡേറ്റ്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ആ അപ്ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫോർ യു എന്ന് പറയുന്ന ചാനൽ കസ്റ്റമൈസേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു സെറ്റിങ്സിനെയാണ് അദ്ദേഹം മാറ്റിമറിച്ച് നിങ്ങളോട് മറ്റെന്തോ രൂപത്തിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് പിന്നീട് അതിന്റെ പിൻഗാമികൾ. ഇയാൾ വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾ അതേപോലെ വിഴുങ്ങി അതിലേക്ക് കുറച്ച് കടുകും മുളകും ഒക്കെ ഇട്ടിട്ട് ഒരു താടിക്കാരൻ ചെയ്യാറുണ്ട്. അദ്ദേഹം ഇത് തന്നെയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് ഭൂലോക കോമഡിയാണ് മക്കളെ, ഭൂലോക കോമഡി. എനിക്ക് ഇത്രയും ഇത് ഹർഷമായ ഭാഷയിൽ സംസാരിക്കുന്നതിന്റെ ഒരു സീരിയസ്നെസ് എന്തെന്ന് വെച്ചാൽ ഇവരൊക്കെ ചെയ്തു വെച്ചതിന്റെ ഫലം അത് വളരെ വലുതാണ്. ഏതായാലും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോ ഇടും. പലപ്പോഴും യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്. എന്താണ് എന്റെ എത്തരത്തിൽ വീഡിയോ ഇട്ടാലും എന്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ല, യൂട്യൂബ് 4 ആളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഇങ്ങനെ ഒട്ടനവധി കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സ്, ഞാൻ എപ്പോഴും പറയും യൂട്യൂബിനെ കുറിച്ച് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ലെയർ, അതായത് നിങ്ങളുടെ ചാനൽ എങ്ങനെ നിങ്ങളുടെ ചാനൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത്. അതെ, അത് നിങ്ങളുടെ ബിസിനസ്, അത് നടക്കട്ടെ. റെക്കമെൻഡേഷൻ സെറ്റിംഗ്സ് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് ഷോർട്സിനും ലോങ് വീഡിയോയ്ക്കും അതുപോലെ റീസെന്റ് നിങ്ങൾ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യാൻ, അതായത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ ചാൻസസ് ഉള്ള സെറ്റിംഗ്സ് ആണ്. ഇത് ചെയ്യാത്ത പക്ഷം യൂട്യൂബ് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ ആവശ്യം നിങ്ങളെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് എന്തിനെ റെക്കമെൻഡ് ചെയ്യണം? അപ്പൊ ഈ സെറ്റിംഗ്സ്, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ യൂട്യൂബിനോട് പറയണം, എങ്കിലല്ലേ യൂട്യൂബ് ചെയ്യൂ. അതായത് റെക്കമെൻഡേഷൻ ചെയ്യൂ നമ്മൾ യൂട്യൂബിനോട് പറയണം, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് വൈറൽ ആക്കുമെന്ന് യൂട്യൂബിനോട് പറയണം. അതാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. എന്ത് വിരോധാഭാസമാണ്, എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? ഒരു യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇടാൻ പ്രധാനമായും ഒരു വീഡിയോ മാത്രം മതി എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ആളുകളിലേക്ക് സ്പഷ്ടമായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തംബ്നെയിൽ ചേർക്കൂ, നല്ലൊരു ക്യാപ്ഷൻ ചേർക്കൂ, ഇനി വേണമെങ്കിൽ ഹാഷ്ടാഗുകൾ ചേർക്കൂ, കീവേഡ്സുകൾ ചേർക്കൂ. നിങ്ങൾക്ക് നല്ല കമന്റ് വരണമെങ്കിൽ കമന്റ് ഓൺ ചെയ്ത് വെക്കൂ. അലോ എൻബഡി ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ചാനലിൽ ലെയറായി കാണിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വാട്സാപ്പിൽ കാണിക്കാതെ നേരിട്ട് യൂട്യൂബിൽ വന്ന് കാണിക്കും. ഇത്തരം കോമൺ ആയിട്ടുള്ള സെറ്റിങ്സുകൾ മാത്രം ഓപ്പൺ ചെയ്തു വെച്ചാൽ മതി. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദിവസവും കണ്ടന്റ് ഇടാൻ വേണ്ടി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയരുത്. ഏതെങ്കിലും ഹിന്ദി ചാനൽ കണ്ടിട്ട് ഭാഷ അറിയാത്ത പക്ഷം, ഭാഷ അറിയാതെ തർജ്ജമ ചെയ്യാൻ അറിയാതെ നിങ്ങൾ ഇവിടെ കൊടുന്ന് വിളമ്പുന്നതിന്റെ 40,000 പേരോളം ഈ കണ്ടന്റ് കണ്ടിട്ടുണ്ട്. 40,000 പേരോളം. അവർ എത്ര പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു വിഷയം സത്യം പറഞ്ഞ സ്പ്രെഡാണ്, ശുദ്ധമായ മണ്ടത്തരമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. ഇനി നിങ്ങൾ ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ എന്നും മുഖത്ത് നോക്കി മണ്ട എന്ന് വിളിക്കാൻ ഒരു കൂട്ടം ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും. ഈ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന അതിൽ ഓർഗാനിക് ആയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അത്തരത്തിൽ നിങ്ങൾ വ്യാജമായിട്ട് സബ് കയറ്റുന്നതാണെന്ന് എനിക്കറിയാം.
ഓക്കെ, അതിൽ ഓർഗാനിക് ആയിട്ട് ഇരിക്കുന്ന ആ 1,00,000 വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ പോലും ഞാൻ മണ്ടന്മാർ എന്ന് എനിക്ക് വിളിക്കേണ്ടി വരും. കാരണം ഒരാൾ പോലും അതിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്ത് മണ്ടത്തരം ആണ് ഈ വിളിച്ചു പറയുന്നത് എന്നുള്ളത്. എല്ലാവരും തമ്പ്രാൻ എന്തോ ഇട്ടുകൊടുക്കുന്നു, അത് വാങ്ങിയിട്ട് ശരി തമ്പ്ര അതിനെ പുകഴ്ത്തി പാടുന്നു. ഇത് കേട്ടപാട് ഇദ്ദേഹം ഒരു കണ്ടന്റ് ഇട്ടാൽ പിറ്റന്നാൾ തന്നെ അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇടുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, പാവങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ യൂട്യൂബർ എന്ന് പറയാം. അവന്റെ വകയായിട്ട് കുറച്ച് മസാലയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അവൻ വേറെ കുറച്ചും കൂടി എക്സ്ട്രാ കയറ്റിയിട്ട്, അത് അടുത്ത വീഡിയോസ് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയട്ടെ. അതായത് നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിൽ എങ്ങനെയാണ് നിങ്ങൾ ഐറ്റംസ് അടക്കി വെക്കേണ്ടത്, അത്ര മാത്രമാണ് ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ചാനൽ മറ്റൊരാൾ നിങ്ങളുടെ ചാനലിൽ കയറി കാണുമ്പോൾ അതിന്റെ ലെയറുകൾ എങ്ങനെ ഇരിക്കണം, ഏത് കണ്ടന്റ് മുകളിൽ വേണം, എന്നിട്ട് അതിന്റെ തൊട്ടടിയിൽ എഴുതിയിട്ടുണ്ട് യൂട്യൂബ് ചെയ്യുന്നത് ഏറ്റവും മില്യൺസ് ഉള്ളത് ആദ്യം കാണിച്ച് അങ്ങനെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് റീസെന്റ് കണ്ടന്റ് കൊടുക്കാം, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള വരുന്ന കണ്ടന്റുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ബെറ്റർ അതാണ്, ഞങ്ങളോട് ഇപ്പോൾ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ബെറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അതോ നിങ്ങൾക്ക് ലൈവ് കാണിക്കണോ ഫ്രണ്ടിൽ ആദ്യം തന്നെ, അല്ലെങ്കിൽ ഷോർട്സ് കാണിക്കണോ, ഇത്തരം കാര്യങ്ങളാണ്. ഇത് ഇദ്ദേഹം വളച്ചൊടിച്ചിട്ട് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹം മണ്ടനാണോ മണ്ടത്തരം അഭിനയിക്കുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇദ്ദേഹം ബുദ്ധിമാൻ തന്നെയാണെന്നുള്ളത് എനിക്ക് ഇപ്പൊ ഒരു സംശയമില്ല. കാരണം ഇതിന് ശേഷം ഇദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഇത്രയും രോഷാകുലനായിട്ട് പറയാൻ ഈ വാച്ചിങ് അവർ ക്യാരിറ്റിനെ കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോൾ ചെയ്തിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് തെറി പറയുക, ആ വിളിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുക. അതായത് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളതും എന്ത് കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ഓക്കെ, നിങ്ങൾ വിളിച്ച് തെറി പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു നമ്പർ ഇവിടെ സേവ്ഡ് ആണ്. എന്താ പറയാ, ഒരു സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കില്ല, ആ നമ്പറിന്റെ ഉടമസ്ഥനെ പിടിക്കുകയോ ചെയ്താൽ ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലും ആലോചിക്കാൻ ബുദ്ധിയില്ലാത്ത, സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത, കോമൺ സെൻസ് ഇല്ലാത്തവരാണ് എന്നെ വിളിക്കുന്നത്. നമുക്ക് മുട്ടാൻ ഒരു ഇരയല്ല എന്നതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കാത്തത്. ദയവ് ചെയ്ത് അത്തരം കോളുകൾ വിളിച്ചോളൂ, പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത്തരം കോളുകൾ ഞാൻ ഈ യുദ്ധവുമായി മുന്നോട്ട് തന്നെ പോകും. ഇതൊക്കെ ഇയാൾ പറഞ്ഞു വെച്ച മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്തിടാം. ഇതെല്ലാം എന്റെ ചെറിയ ഓരോരോ ബോംബുകളാണെന്ന് വിചാരിക്കാം. മെയിൻ ബോംബ് പുറകെ വരുന്നുണ്ട്, ഈ വാച്ചിങ് അവറുമായി പറ്റിക്കപ്പെട്ടവരുടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്താൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ. അപ്പൊ ഇന്ന് വരെ ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷറഫെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോ നിസ്കാര കുപ്പായിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നിസ്കാര കുപ്പായം ഇട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവനെ അത്രയും ക്യാഷ് അവൻ വാങ്ങിച്ച് 20,000 ചില്ലാറ് രൂപ എന്നെ വാങ്ങിച്ച് പറ്റിച്ചു, ചാനൽ അടിച്ചുപോയി, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിൽ നിരവധി കേസുകളുണ്ട്. ഞാൻ പല വീഡിയോസുകളായി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എതിരെ ഒരുമിച്ചൊരു അറ്റാക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് ഞാനൊരു സൈബർ കേസ് ഫോളോ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് എനിക്ക് ഇയാൾ പറയുന്ന മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്ന് വരെ ഞാൻ പറഞ്ഞു തരാം. ഇനി ഈ ഒരു 40,000 പേരാണ് ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ 40,000 പേര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത്, അതായത് ഈ ഒരു വിഷയം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഇത് സ്പ്രെഡായി. നിങ്ങൾ ഇതിന്റെ ഇത് മനസ്സിലാക്കണം. ഇങ്ങനെ സെറ്റിംഗ്സ് ഇല്ല. ഇനി മറ്റൊരു സെറ്റിംഗ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ ഒറ്റ ബട്ടൺ ഞെക്കിയാൽ റെക്കമെൻഡേഷനിലേക്ക് പോകാം എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ യൂട്യൂബിൽ ഇല്ല. വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കുന്ന, കപടമുഖം നടിക്കുന്ന ഇത്തരക്കാരോടല്ലാതെ യൂട്യൂബിനെ പറ്റി ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് യൂട്യൂബിൽ AVS യൂട്യൂബ് ടിപ്സ് എന്നൊരു ചാനൽ ഇയാൾ വീഡിയോസ് ഇട്ടതിന്റെ അടുത്ത ദിവസം തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോസ് 7,000 പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനത് ശ്രദ്ധിച്ചു ഇന്ന്. പക്ഷെ അതിന്റെ അടിയിൽ ഇത്തിക്കണ്ണികൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. അതായത് ഒരു മാവ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ മൂച്ചി എന്ന് പറയും. ഈ മാവിൽ ഇത്തിക്കണ്ണി പോലത്തെ ഒരു ലീഫ്, ഒരു ഇതുണ്ടാവും, ഒരു മരം, ചെറിയ മരം. അത് വന്നിട്ട് ഈ മാവിനെ നശിപ്പിക്കും, കാർന്ന് തിന്നും. അത്തരത്തിലുള്ള കമന്റുകൾ വന്നിട്ട് ആ ഒരു വീഡിയോ മുങ്ങിപ്പോയി. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ചില യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ യൂട്യൂബിന് ഇത്തരക്കാരുടെ വാക്കുകൾ മാത്രം കേട്ട് സപ്പോർട്ട് തേടിയും യാചിച്ചും നടക്കുന്ന കുറെ ആളുകളുടെ കമന്റുകൾ,
അതിൽ മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് 7000 ആൾക്ക് അവർക്ക് വീഡിയോസ് കാണണമെന്നൊന്നുമില്ല. അവര് ഏത് വീഡിയോസ് വന്നാലും അവരെ പറ്റി തെറി പറയുന്ന വീഡിയോസ് ആണെങ്കിൽ അതിന്റെ അടിയിൽ വന്നിട്ട് അവര് യാചിച്ചുകൊണ്ടേയിരിക്കും. അത്തരക്കാരുടെ യാചനയിലൂടെ ആ ഒരു വീഡിയോസ് മൺമറഞ്ഞു പോയി. എന്ന് വെച്ചാൽ 7000 പേരിൽ അവിടെ നിന്നു. ഇതിന്റെ സത്യസന്ധമായ റിപ്പോർട്ട് ഇതാണ് ഈ ഒരു വീഡിയോസ്. ഇനി ഇദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ പോവുകയാണ്. വീഡിയോസ് വളരെ വലിയൊരു വീഡിയോസ് തന്നെയായിരിക്കും നിങ്ങൾ ഇത് കേൾക്കാൻ പോകുന്നത്. ദയവ് ചെയ്ത് ക്ഷമയുള്ളവർ വീഡിയോസ് മുഴുവൻ കേൾക്കുക. കേൾക്കാത്തവർ ഒരിക്കലും ഇതിൽ വന്ന് കമന്റ് ഇടരുത്. ഓക്കെ, എനിക്ക് പലരും ഈ വാച്ചിങ് അവർ കയറ്റുന്നതിനെ പറ്റിയൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്ത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അവർ ചോദിച്ചു, ഞങ്ങൾ ചെയ്തിട്ടല്ലേ, പിന്നെ പറഞ്ഞിട്ടല്ലേ തെറ്റ് അയാൾ ചെയ്തു കൊടുക്കുന്നത്, പറ്റിക്കുന്നു. ആര് എന്ത് പറ്റിച്ചാലും കളവ് ചെയ്തവനെ കള്ളൻ എന്ന് മാത്രമാണ് ഞാൻ വിളിക്കുക. ഓക്കെ, എന്ത് പേരിട്ട് വിളിച്ചാലും ഫ്രോഡ് തരം ചെയ്ത അത് ഫ്രോഡാണ്. ഇനി യൂട്യൂബില് ദാസനും വിജയനും എന്ന സിനിമ പരമ്പരയിൽ ഏതോ ഒരു എപ്പിസോഡ്, ഏതോ ഒരു സിനിമയിൽ, അതിന്റെ ഒരു പരമ്പരയിൽ ഏതോ ഇതില് നമ്മുടെ പിന്നെ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, ദാസ, CID-കൾ 2 തരം CID-കൾ ഇല്ല. അതായത് PD ഗ്രേഡ് CID എന്നും അല്ലെങ്കിൽ BCom CID എന്നും. CID-കളെല്ലാം CID-കൾ തന്നെയാണ്. ഇത്ര തന്നെ ഉള്ളൂ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കള്ളന്മാരിൽ പിന്നെ പറഞ്ഞു ചെയ്യുന്ന കള്ളനോ അല്ലെങ്കിൽ പിന്നെ പറയാതെ ചെയ്യുന്ന കള്ളത്തരമാണെന്ന് പൂർണ്ണ ഉറപ്പുണ്ടായിട്ട് ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് ഇത്. ആൾക്കാരെ പറ്റിച്ച് വാച്ചിങ് അവർ കയറ്റുക അത് എന്നുള്ളതൊക്കെ. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ, ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമമാവും, അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ തന്നെ എടുത്തോളൂ. നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിക്കുകയാണ്. പീഡിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായി, ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആ കുട്ടിയോട് പറയാണ്, മകളെ, ഞാൻ നിന്നെ ഒന്ന് പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചാൽ തെറ്റല്ലേ? അപ്പൊ ഇതൊക്കെ അയാളും ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അവരുടെ ക്യാപ്സ്യൂൾ വിഴിഞ്ഞു വരുന്ന ആൾക്കാരുടെ കമന്റ്സുകൾ മാത്രമാണ് ഇതൊക്കെ. ഓക്കെ, പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. എന്തിന്? ഫ്രോഡ് തരം തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കാൻ കേരള ജനതക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ ഇത്തരത്തിലുള്ള എന്റെ വീഡിയോസ് കേൾക്കുന്ന ഒരുപാട് സൈബർ ഓഫീസേഴ്സ് അടക്കം ഉണ്ടാകും. എന്നോട് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യിക്കട്ടെ, നിങ്ങൾക്ക് അത്രയ്ക്ക് നട്ടലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കൂ, നമുക്ക് പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10-45 ആൾക്കാരുടെ ലിസ്റ്റ് എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഇനിയും അതിന്റെ എണ്ണം കൂടി വരികയാണ്. എന്റെ വീഡിയോ കണ്ട് ഇനിയും ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളാൽ പൈസ പറ്റിക്കപ്പെട്ടവർ, സ്വന്തം കെട്ടുതാലി വരെ അറുത്ത് നന്ന് നിങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചവർ, നിങ്ങൾ വാച്ചിങ് അവർ കയറ്റി കൊടുത്തവർ, നിരവധി പേരുണ്ട്. ഓക്കെ, ഇത്രയും രോഷാകുലനായി ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം വിചാരിക്കും, ആരെങ്കിലും പറ്റിച്ച് ജീവിക്കട്ടെ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട് അതാണ്. നിങ്ങൾക്കും ഇനി മറ്റൊരു വ്യക്തിയും കൂടെ ഇതിന്റെ പോലെ അതിന്റെ അടുത്ത വീഡിയോയിൽ അത് പറയും. നമുക്ക് കൂടുതൽ ഇയാൾ ഇനി സെറ്റിംഗ്സിനെ പറ്റി എന്താണ് നിങ്ങളോട് പറയുന്നുള്ളത് ഒരിക്കൽ കൂടി കേൾക്കാം. ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഐക്കൺ, ഏറ്റവും മുകളിൽ തന്നെ ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിന്റെ നേരെ തന്നെ യൂട്യൂബ് സ്കോർ മലയാളം എന്ന് എഴുതിയതിന്റെ നേരെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പെൻസിലിന്റെ ചിഹ്നം. പെൻസിലിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന അപ്ഡേഷൻ, ഇതിനെയാണ് ഇയാൾ അപ്ഡേറ്റ് എന്ന് വിളിക്കുന്നത്. പുതിയ അപ്ഡേഷൻ വന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർ യു എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റിനെയാണ് ഇയാൾ എന്ത് പറയുന്നത്? പുതുതായി വന്ന ഫോർ യു എന്ന അപ്ഡേറ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. ഒരു ചാനൽ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് പുറത്തു നിന്നൊരാൾ നമ്മുടെ ചാനലിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചാനൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു സെറ്റിങ്സ് മാത്രമാണ്. ഇതിനെയാണ് പറഞ്ഞ് ഫലിപ്പിച്ച് നിങ്ങൾ പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്താൽ മാത്രമേ റെക്കമെൻഡേഷനും കിട്ടൂ, അല്ലാത്ത പക്ഷം റെക്കമെൻഡ് ചെയ്യുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം യൂട്യൂബിനോട് പറയൂ. യൂട്യൂബിനോട് പറഞ്ഞാൽ മാത്രമേ യൂട്യൂബ് അത് ഏറ്റെടുക്കൂ. നിങ്ങൾക്ക് വീഡിയോ വൈറൽ ആകണോ, യൂട്യൂബിനോട് പറയൂ, യൂട്യൂബ് അണ്ണാ വൈറലാക്കി തരൂ. നിങ്ങൾക്ക് വീഡിയോ പിന്നെ കുറച്ച് കണ്ടാൽ മതിയോ, എനിക്ക് ഇന്ന് ഇത്ര മതി ചേട്ടാ, യൂട്യൂബ് ചേട്ടാ, നാളെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കയറ്റി തരൂ. എന്ത് മണ്ടത്തരമാണ് വിളിച്ച് പറയുന്നത്? റെക്കമെൻഡേഷൻ എന്നൊരു ബട്ടൺ യൂട്യൂബിൽ ഇല്ല. ഇത് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത് ഇത് പിന്നെ ഒരു എന്താ പറയാ, യൂട്യൂബ് കസ്റ്റമൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ നമ്മുടെ ലെയറുകൾ കിടക്കണം എന്നുള്ളത് 12 വെറൈറ്റീസിൽ തന്നെ 12 മുകളിൽ വെറൈറ്റീസിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നുള്ളൂ. സാധാരണക്കാരായ എഴുത്തും വായനയും അറിയാത്ത നിങ്ങളുടെ യൂട്യൂബിലുള്ള പിന്നെ എന്താ പറയാ പ്രതിരോധ ശക്തി ഇല്ലാത്ത ചില ആളുകളെ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റും. ഇനി പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം.
ഓ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ, അതായത് വലത്തോട്ട് നീക്കി കഴിഞ്ഞാൽ enable ആയി. ഇതിന്റെ യൂസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇയാളെ വീഡിയോ അയാൾ മുക്കിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി. ഇനി അഥവാ ആർക്കെങ്കിലും കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരാം. നിങ്ങൾ ഇവിടെ മോർ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ മോർ സെറ്റിംഗ്സിലാണ് ഇവിടെയാണ് നമ്മുടെ കണ്ടന്റ് കേട്ടോ. കണ്ടന്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കണ്ടന്റ്, ഷോർട്സ്, ലൈവ് സ്ട്രീമിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഷോർട്സ് ഏതൊക്കെയാണോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു അപ്ഡേഷൻ ഏതോ ഒരു ഹിന്ദി ചാനൽ കേട്ട് ഇയാൾ ഇത് തർജ്ജമ അല്ലെങ്കിൽ ഭാഷ അറിയാതെ തർജ്ജമ ചെയ്യാതെ ഇയാൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തട്ടി തന്നു. അത് കണ്ട് അടുത്ത മറ്റൊരു പൊട്ടൻ വന്നങ്ങായിട്ട് അത് കണ്ട് ഓഹോ എന്റെ തമ്പുരാൻ അല്ലെങ്കിൽ എന്റെ ഗുരു ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അത് കാച്ചിക്കളയാം. ഏതൊരു 3 ചാനലിൽ വരുന്ന മെയിൻ 3 ചാനലിൽ വരുന്ന ഏതും ആ ചാനലിന്റെ പേര് ഞാൻ മറന്നു, ജാഫോർടെക്. യെസ്, ഞാൻ അവനക്കെതിരെ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ജാഫോർടെക് എന്ന് പറയുന്നവൻ, അവൻ ഇത് തന്നെ പരിപാടി. 2-3 ചാനലുകൾ ഉണ്ടാവും. ആ ചാനലുകൾ ഇന്ന് ഇടുന്ന കണ്ടന്റ് നാളെ അത് അതേപോലെ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കുട്ടി, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഇവന്റെ വക കുറച്ച് മസാലയും ഉള്ളിയും ചേർത്തിട്ട് ഇത് എക്സ്ട്രാ ചേർക്കുകയാണ്. ആൾട്ടേർഡ് കണ്ടന്റിനെ പറ്റിയൊക്കെ പറഞ്ഞ കണ്ടന്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ഒരു വൈക്കം. എന്താണ് അയാൾ പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഇത് കേൾക്കുന്ന ആൾക്കാര് താങ്ക് യു ജയഫോർടെക്കിന്റെ അയാളെ പേര് ജിജോ, താങ്ക് യു ജിജോ, താങ്ക് യു. നിങ്ങൾ സാധാരണക്കാർക്ക് അറിയുന്ന ഭാഷയിൽ. മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരക്കാരുടെ ചാനലുകൾ കാണൽ എന്ന് നിർത്തുന്നുവോ, അതായത് ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നവരുടെ പിന്നെ ചാനലുകൾ കാണൽ എന്നും നിങ്ങൾ നിർത്തുന്നു, അന്നേ നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഉണ്ടാവും യൂട്യൂബിൽ. കാരണം യൂട്യൂബിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദിവസവും അപ്ഡേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നൊന്നുമില്ല. യൂട്യൂബിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ, പിന്നെ ഒരു ക്യാപ്ഷനും ഒരു തമ്പനയിലും പിന്നെ എന്താ പറയാ ഇച്ചിരി ഹാഷ്ടാഗും ഇച്ചിരി കീവേഡ്സുകളും ചേർത്തുകൊണ്ട് നിങ്ങളെ വീഡിയോസ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാൽ മറ്റുള്ളവരുടെ കണ്ടന്റ് കക്കാതെയും അല്ലെങ്കിൽ അതുപോലെ കോപ്പി അടിച്ച് അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് വാരി എടുത്തിട്ട് അതേപോലെ പൊത്താതെയും ഇരുന്നാൽ, അതേപോലെ ചെയ്യാതെ ഇരുന്നാൽ, സ്വന്തം, അതായത് ഞാനൊക്കെ ക്രിയേറ്റർ എന്ന് വിളിക്കുന്ന പോലെ സ്വന്തമായിട്ട് കണ്ടന്റ്, ഇവരൊക്കെ ഇവരുടെ ചാനലിൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ വീഡിയോസ് കാണും, അതുപോലെ ചെയ്യൂ. ഒരാൾക്ക് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വീഡിയോസ് ചെയ്യുന്നുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒന്നും, ഇവരൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ വേറെ കിടക്കട്ടെ, അതിലേക്ക് പിന്നെ പോകാം. പറയുന്നില്ല, നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങളൊരു ക്രിയേറ്റർ ആണോ എന്നുള്ളത് ചിന്തിക്കുക. ഏതൊരു മനുഷ്യനെയും, അതായത് കണ്ണ് കാണാത്ത ഒരു മനുഷ്യനാണോ, ഒരു കൈയില്ലാത്ത മനുഷ്യനാണോ, എന്ത് ഒരു ചെറിയ ഡീഫാൾട്ടോട് കൂടി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ പോലും അവർക്കൊക്കെ ഒരു എക്സ്ട്രാ ബോൺ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കഴിവ് അതിന് പകരം ദൈവം കൊടുത്തു കാണും. അവർ ആ കഴിവുകൾ തിരിച്ചറിയുക. ഒരു കഴിവും ഇല്ലാത്ത ഒരാളും ഭൂമിയിലില്ല. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത്തരത്തിൽ ആ കഴിവുകളുള്ള വീഡിയോസ് ഇട്ട് നിങ്ങൾ അങ്ങനെ അത് അറിഞ്ഞ് അങ്ങനെ അവരെയാണ് അത്തരത്തിൽ വീഡിയോസ് ഇട്ട് യൂട്യൂബിൽ ലക്ഷങ്ങൾ വാങ്ങുന്നവരും 1000 വാങ്ങുന്നവരും അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു $100 വാങ്ങുന്നവരെയാണ് ഞാൻ ക്രിയേറ്റർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അത്തരം ക്രിയേറ്ററുകൾ നിങ്ങൾ ആവണോ? നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നവരുടെ പിന്നാലെ പോയി ഇവരുടെ പിന്നെന്താ പറയുക, ഇവരൊക്കെ നടത്തുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളെ പറ്റി ഇവർ പറയുന്നുണ്ട്. 99 രൂപ കൊടുത്താൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ അത് പഠിപ്പിച്ചു തരാം, ഇങ്ങോട്ട് തരാം. ഇവരോടൊക്കെ നിങ്ങൾ ഡൗട്ട് ചോദിച്ച് ഇവർ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഇവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടോ യൂട്യൂബിൽ? ഇല്ല. കാരണം ഇവർക്കൊക്കെ നേരിട്ട് ഇതേപോലെ ലൈവായിട്ട് നിന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത ഞങ്ങളെപ്പോലുള്ളവർ അത് കാണും. ഇത് എന്ത് മണ്ടത്തരമാണ് താങ്കൾ വിളിച്ചു പറയുമെന്ന് പറയും. നിങ്ങളെ പതുക്കെ കിട്ടിയാൽ ഇവർ പതുക്കെ നിങ്ങളെ PM-ലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, പേഴ്സണലായിട്ട് പോയി കഴിഞ്ഞാൽ, പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവർ നോക്കുന്നു എങ്ങനെ വിലയിലാക്കാം. വാച്ചിങ് അവർ കയറ്റാൻ പറ്റിയവരാണോ, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് പൈസ വാങ്ങി കുറച്ച് നമുക്ക് ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണോ, കുറച്ച് എന്താ പറയാ ക്യാഷ് അടിച്ചു മാറ്റാൻ, അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ്. 1-2 ആൾക്കാർക്ക് ഇതേപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ 10-20 പേർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിലൊരാളെ ചൂസ് ചെയ്ത് പറ്റിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ആധികാരികമായി പറയുന്നത്, ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് പോകാം. ഈ ഒരു ചാനലിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു അവസ്ഥ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഇയാൾക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇയാൾക്ക് മാത്രമായിട്ടൊരു അപ്ഡേറ്റ് ഇറങ്ങി. അതായത് വാച്ചിങ് അവർ, ഷോർട്സിന്റെ വാച്ചിങ് അവർ കുറഞ്ഞു പോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു അപ്ഡേറ്റ്. എനിക്കറിയില്ല അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇയാൾക്ക് മാത്രമായി. ഇയാൾ അത് ഇട്ടു. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഈ പറയപ്പെടുന്ന ഈ ചാനല് ജയഫോർടെക് എന്ന ചാനൽ അത് ഇട്ടിട്ടുണ്ട്.
അവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കണം. ഗേസ്, എനിക്ക് സങ്കടം തോന്നുന്നു. വാച്ചിങ് അവർ ഇതേ കുറയുന്നു, എക്സാമ്പിൾ ഇതേ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഷോർട്സ്, നിങ്ങളോട് ഇടുന്ന വീഡിയോസ് ഷോർട്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഷോർട്സിന് എവിടെ വാച്ചിങ് അവർ? ഷോർട്സിന് വാച്ചിങ് അവർ ഉണ്ടെങ്കിലല്ലേ വ്യൂസ് അല്ലേ വരുന്നത്? വാച്ചിങ് അവർ ഉണ്ടെങ്കിലല്ലേ അത് വാച്ചിങ് അവർ കുറയേണ്ടതും കയറേണ്ടതുള്ളൂ. അപ്പൊ ഓരോരോ ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് ആവശ്യമില്ലാതെ, പിന്നെ ഒരു ഗ്രൂപ്പുകളുടെ അവസ്ഥക്ക് ഞാൻ കുറെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അവിടെ നിന്നാണ് നമ്മുടെ സംസാരം നിന്നുപോയത്. ഈ ഗ്രൂപ്പുകളുടെ ഒക്കെ അവസ്ഥ, ഒരുപാട് മണ്ടന്മാരുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മളും ചെന്ന് ജോയിൻ ആവുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു വൈബ്, അതായത് ഒരു മണ്ടത്തരങ്ങളുടെ വൈബായിരിക്കും. നിങ്ങൾ ഒരു 10 ബുദ്ധിമാന്മാരുള്ള സ്ഥലത്ത് പോയിപ്പെട്ടാൽ കുഴപ്പമില്ല, അത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ ഇത്തരം ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഈ യൂട്യൂബ് എന്ന് പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ സംഭവം ഒന്നല്ല. ഇത് ഇവര് പറഞ്ഞു ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ്. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഇംഗ്ലീഷിൽ വന്നാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ എന്ന് കഴിഞ്ഞൊരു വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അത് ഒന്നിങ്ങനെ ജസ്റ്റ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മലയാളം വ്യക്തമായിട്ട് അവിടെ നിങ്ങൾക്ക് വായിക്കാം. ഇതിനൊക്കെ പൈസ കൊടുത്ത് നിറപ്പ്. നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് ചെയ്യാൻ അറിയില്ല, അത് ഓക്കെ, അതവിടെ പറയുന്ന പൈസ കൊടുത്ത് ചെയ്തോളൂ. അത് അവരുടെ ബിസിനസ് ആണ്. അതിൽ ഒരുപക്ഷെ കള്ളത്തരമൊന്നും ഉണ്ടാവില്ല. ഈ വാച്ചിങ് അവർ കയറ്റിലും ഈ തമ്പനയിൽ ഉണ്ടാക്കി തരാം, ഇത്ര പൈസ തരൂ എന്നൊക്കെ പറഞ്ഞു ഓരോ തമ്പനയിലും ഒരു 4 തമ്പനയിലും 6000 രൂപ ഒക്കെ വാങ്ങുന്ന ഇത്തരത്തിൽ നിരവധി കേസുകളുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഓപ്ഷനും ഈ ഒരു കാര്യങ്ങളും ഇതിങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം ഇതാണ്. ഇതിൽ മറ്റൊരു ഈ വീഡിയോസ് കൂടെ കേട്ടതിന് ശേഷം ഇയാളുടെ തനി സ്വഭാവം, ഈ യൂട്യൂബ് കോർണേഴ്സ് എന്ന് പറയുന്ന ആളുടെ തനി സ്വഭാവം നിങ്ങൾക്ക് അടുത്ത ഈ ഒരു വോയിസിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇവിടം തൊട്ട് നിങ്ങൾ കേൾക്കുക, ഇയാൾ എന്താണ് പറയുന്നത്. ഇയാൾ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാണ്. ഞാൻ അയാൾ പറയുന്നത് മുന്നേ അയാൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ 2 or 3 വീഡിയോസ് ഇട്ടതിന് ശേഷം നിങ്ങൾ വീഡിയോസ് കയറുന്നില്ലെങ്കിൽ നിങ്ങൾ വാച്ചിങ് അവർ ചെയ്യാൻ എന്റെ അടുത്തേക്ക് വരരുതേ. എന്നിട്ട് ഇയാൾ അടുത്ത വേർഡ് പറയാണ്, നിങ്ങൾ 3 or 4 അല്ലെങ്കിൽ 5 or 6 വീഡിയോസ് ഇടൂ എന്നിട്ട് എന്റെ അടുത്തേക്ക് വരുമെന്ന്. അതായത് 6 വീഡിയോസ് ഇടൂ. പൊന്നും മനുഷ്യ, ഈ 6 വീഡിയോ പോയിട്ട് പിന്നെ 600 വീഡിയോസ് ഇട്ടിട്ടും യൂട്യൂബിൽ കയറാത്ത ആൾക്കാരുണ്ട്. അവരൊന്നും നിങ്ങൾ അടുത്തേക്ക് വരാത്ത, അവർക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ഇതിനൊക്കെ ഇതൊക്കെയുണ്ട്. നിങ്ങൾ ഇതേപോലെ വാച്ചിങ് അവർ കയറ്റി രക്ഷപ്പെട്ടവർ എത്ര ആളുണ്ട്? പണ്ടെന്തോ വാച്ചിങ് അവർ കയറ്റി ഒരു $4 കിട്ടിയ ഒരു വ്യക്തി ഇത് വീഡിയോസ് ഇട്ടതായി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എതിരെ ഒരു ആർഗ്യുമെന്റ് വന്നാൽ നിങ്ങൾ അതിനെ പ്രതികരിച്ചിട്ട് എന്താണ് അതിനുള്ള തക്കതായ മറുപടികൾ നിങ്ങൾ പറയണം. ഒളിച്ചോടരുത്. ഇനി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ വാച്ചിങ് അവർ ഇദ്ദേഹം പറയുന്നത്, ഞാൻ വാച്ചിങ് അവർ കയറ്റുന്നവനാണ്, അതൊരു മറ്റൊരാൾ കയറ്റി കൊടുക്കുന്നതാണ്, മറ്റൊരാളുമായി ചെയ്യുന്നതാണ്. നിങ്ങൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ്. ഒരു പെൺകുട്ടി പച്ചയായി നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ എന്നെ പറ്റിച്ചില്ല, 1000 സബ്സ്ക്രൈബേഴ്സിനെ കയറ്റി തന്നെ എന്നെ പറ്റിച്ചില്ലേ എന്ന് പച്ചയിൽ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് അവർക്കെതിരെ നിങ്ങൾ വീഡിയോസ് ഇട്ടു. കേരള ജനത ഇത് കാണുന്നുണ്ട്, വിവരമുള്ളവർ കാണുന്നുണ്ട്. ഇത് അതിനനുകൂലിച്ചും പല ആൾക്കാരും, അതായത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല ആൾക്കാരും അതിനനുകൂലിച്ച് വീഡിയോസ് ചെയ്തു. നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക, കേരള ജനത പൊട്ടന്മാരല്ല എന്നുള്ളത്. കാരണം ഇത്തരത്തിൽ ഫേക്ക് ആയിട്ട് കേടുന്ന സബ്സ്ക്രൈബേഴ്സും എല്ലാം യൂട്യൂബിൽ നല്ലതല്ല എന്നുള്ളത്. ഒരു പെൺകുട്ടികൾ, നിരവധി പെൺകുട്ടികൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ വീഡിയോസ്. പക്ഷെ എന്താ പറയാ, നിങ്ങൾ വാച്ചിങ് അവർ കയറ്റി കൊടുത്ത ചാനൽ തന്നെയാണ് അവരത് ഇടുന്നത്. നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ് അത് 1000 താണ്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ 100 ആൾക്കാരിൽ മുകളിൽ അത് കാണില്ല എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ് അല്ലെ? അയാൾ പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് പോവാം, കേട്ടോളൂ. കണ്ടില്ലേ? കാണുന്നത് സത്യമായിട്ട് പറയട്ടെ, ബിഗിനറായിട്ട് വരുന്നവർക്ക് തീരെ ക്ഷമയില്ല. 3-4 വീഡിയോസ് ഇട്ടതും ഒന്ന് മോണിറ്റൈസേഷൻ ചെയ്ത് തരുന്ന പൈസ എത്ര വേണം തരാം. ഒരു 5-6 വീഡിയോ 7-8 വീഡിയോസ് 7-8 വീഡിയോസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ചാനലിൽ വ്യൂസ് വരുന്നുണ്ടോ, റെഗുലർ ആയിട്ട് നമ്മുടെ ഫാമിലി വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത്. നമുക്ക് ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു വിരോധമൊന്നുമില്ല. പക്ഷെ
ആയിട്ട് എന്നോട് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറയാറുണ്ട്, സബ് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറയാറുണ്ട്. നമ്മളൊക്കെ ചെയ്ത് കൊടുക്കും, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരാളും പറയാത്തതേ നമ്മൾ പറയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള വാച്ച് അവറും അതുപോലെ സബും ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പെയ്ഡ് പൈസയ്ക്കാണ്. ഓക്കെ, ക്യാഷ് കൊടുത്തിട്ടേ അത് ചെയ്യുള്ളൂ. ഓക്കെ, അത്തരത്തിലാണ് ചെയ്യുന്നത്. ഞാനല്ല ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാൻ മുഖാന്തരം അത് നേതൃത്വം കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പോഴാണ് എനിക്കതിലൊരു നമ്മുടെ ഫാമിലിയിലുള്ളവർ വഞ്ചിക്കപ്പെടാതെ അത് കറക്റ്റായി അപ്ഡേറ്റ് ആവുന്നുണ്ടോ, ഇതെല്ലാം എന്നിൽ ഡിപ്പെൻഡാണ്. ഓക്കെ, ഞാനത് കറക്റ്റായി ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ചാനൽ നോക്കിയിട്ട് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പൈസ പോകണ്ട എന്നുള്ള രീതിക്ക്, അതായത് ഒരുപാട് പേരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ കേട്ടില്ലേ ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നത് ഞാനല്ല, ഞാനിത് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്, ഇത് മറ്റൊരാൾക്കാരാണ്. എന്തിനാണ് നിങ്ങളെ ക്യാഷ് പോകരുതെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ക്യാഷ് അപ്പൊ അയാൾക്കറിയാം ഇത് ചെയ്താൽ ക്യാഷ് പോകുന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയേണ്ട കാലം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുമോ? വാച്ചിങ് അവർ എത്ര തന്നെ ആണെങ്കിലും എന്റെ ഫോൺ ഞാൻ അതേ നമ്പർ തന്നെ ആയിരിക്കും. അനോണിമസ് കോൾസ് വരട്ടെ, ഇനി ആര് തന്നെ വിളിച്ചാലും നോ പ്രോബ്ലം. ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾക്കെതിരെയുള്ള ഇനിയും അതിനുള്ള സമയം അടുത്തിട്ടില്ല. ഞാൻ എപ്പോ ആ ബോംബ് പൊട്ടിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. അതിന് മുന്നോടിയായിട്ട് ഇത്തരം മണ്ടത്തരങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതായത് ഞാൻ ഒരുവിധം യൂട്യൂബേഴ്സിനെതിരെ ഒന്നും ഇത് പറയുന്നില്ല. കാരണം എന്ത് പറയണം എന്നുള്ളത് അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ട്. അവരിനിപ്പോ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ പോലും ഞാൻ അത് മെയിൻറ്റ് ചെയ്യാറില്ല എന്ന് കരുതി അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ല. ഇത്തരത്തിൽ ഫ്രോഡ് കാണിക്കുന്നവരെയാണ് ഞാൻ ഇതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി ഇതേ സെയിം സബ്ജക്ട് തന്നെ മറ്റൊരു വ്യക്തി ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. ആ വീഡിയോസിൽ കാണും വരേക്കും, വീണ്ടും സന്ധിക്കും വരെ വണക്കം.